നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. മതവികാരം വ്രണപ്പെടുത്തി മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു. അയ്യപ്പ ഭക്തിഗാന പാരഡിയിൽ കേസെടുത്തു. മെസ്സിയുടെ പരിപാടി അലങ്കോലം. ബംഗാൾ കായിക മന്ത്രി രാജിവെച്ചു. കേന്ദ്ര കടം 200 ലക്ഷം കോടിയിലേക്ക്. അതിസമ്പന്നർക്ക് നികുതിയില്ല. സാമ്പത്തിക ഭാരം സാധാരണക്കാരന് കാൽപ്പാടുകൾ പരിശോധിച്ച് ഉറപ്പിച്ചു. ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവ 3 ദിനം കാട് കയറി. മികച്ച വെൽനസ് ഡെസ്റ്റിനേഷൻ കേരളം ടൂറിസത്തിന് വീണ്ടും അംഗീകാരം. കണ്ണൂർ ജില്ലയിൽ 8 നിയമസഭാ സീറ്റിലും LDF തന്നെ. അവയവം മാറ്റിവെക്കൽ രംഗത്ത് കേരളത്തിന്റെ നിർണായക ചുവടുവയ്പ്. ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യഘട്ടം. ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ക്രിസ്മസ് ഹരിദ്വാറിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച ദക്ഷിണ റെയിൽവേ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അയ്യപ്പ ഭക്തിഗാനം തെരഞ്ഞെടുപ്പ് പാരഡിയാക്കിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNS 299, 351C എന്നീ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ മതവികാരം വ്രണപ്പെടുത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഗാനം ആലപിച്ച ആൾക്കെതിരെയും ഗാന രചയിതാവിനെയും കേസെടുത്തിട്ടുണ്ട്. കേസിൽ ആകെ 4 പ്രതികളാണ് ഉള്ളത്. 1-ാം പ്രതി കുഞ്ഞപ്പിള്ള എന്നാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗാനം ആലപിച്ച ഡാനിഷ് മലപ്പുറം ആണ് 2-ാം പ്രതി. CMS മീഡിയയാണ് 3-ാം പ്രതിയായിരിക്കുന്നത്. സുബൈർ പന്തളൽ ആണ് 4-ാം പ്രതി. പാരഡി പാട്ട് തയ്യാറാക്കിയ മുഴുവൻ ആളുകളെയും പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് FIRൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവായ റാണി സ്വദേശി പ്രസാദ് കുഴിക്കാരിയുടെ പരാതിന്മേലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രസാദ് DGPക്ക് നൽകിയ പരാതി അദ്ദേഹം ADGPക്ക് കൈമാറിയിരുന്നു. ADGPയാണ് കേസ് സൈബർ പോലീസിന് കൈമാറിയത്. അവർ പരിശോധിച്ച ശേഷമാണ് കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പരാതി സിറ്റി സൈബർ പോലീസ് വിങ്ങിന് നൽകിയത്. തൈക്കാട് സിറ്റി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ പറയുന്നത് പ്രകാരം 4 പ്രതികളും സാമൂഹിക മാധ്യമങ്ങളിൽ വഴിയും നേരിട്ടും പൊതുജനങ്ങൾക്കിടയിലും വിശ്വാസ സമൂഹത്തിനും മതവികാരത്തെ അപമാനിക്കുന്നതിനും വിധം മതവികാരം പ്രചോദിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ ഒരു പാട്ട് ഉണ്ടാക്കിയത്. അയ്യപ്പ ഭക്തി ഗാനത്തെയും ശരണ മന്ത്രത്തെയും അപമാനിക്കും വിധം വരികൾ എഴുതി അതിലൂടെ വിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കി വേണമെന്നും വിശ്വാസികൾക്കിടയിൽ വിദ്വേഷം വളർത്തണമെന്നും മതസൗഹാർദ്ദം ഇല്ലായ്മ ചെയ്യണമെന്നുമുള്ള മനഃപൂർവ്വമായ ഉദ്ദേശം പ്രതികൾക്ക് ഉണ്ടായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. സമൂഹത്തിൽ സമാധാന ലംഘനം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 1-ാം പ്രതി പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം നിർമ്മിച്ചത്. 1 മുതൽ 4 വരെ പ്രതികൾ ഈ പാട്ടിനെ നവമാധ്യമങ്ങൾ വഴിയും നേരിട്ടും പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ഹിന്ദുമത വിശ്വാസിയും അയ്യപ്പ ഭക്തരുമായ പരാതിക്കാരൻ പോലീസിനെ സമീപിച്ച് എന്നും FIRൽ പറയുന്നു. പ്രതികളെ അടുത്ത ദിവസങ്ങൾ തന്നെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തും. ഏത് സാഹചര്യത്തിലാണ് പാട്ട് എഴുതിയത്, തയ്യാറാക്കിയത്, ചിത്രീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ കൽക്കത്തയിലെ പരിപാടി അലങ്കോലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമായതോടെ പശ്ചിമബംഗാൾ കായിക മന്ത്രി രാജിവെച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തരും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവുമായ അരൂപ് വിശ്വാസ് ആണ് രാജിവെച്ചത്. സംസ്ഥാനത്തിന് കടുത്ത നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ പ്രതിരോധത്തിലായ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മുഖം രക്ഷിക്കാനാണ് രാജി. അന്വേഷണം തീരും വരെ കായിക വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. 13-നാണ് മെസ്സി കൽക്കട്ട സാൾട്ടിലേക്ക് സ്റ്റേഡിയത്തിൽ എത്തിയത്. മൈതാനിയിൽ എത്തിയ മെസ്സിക്ക് ചുറ്റും മന്ത്രിമാരും സംഘാടകർക്ക് വേണ്ടപ്പെട്ടവരും മറ്റും കൂട്ടം കൂടി നിന്നതിനാൽ ആളുകൾക്ക് ഒരു നോക്കുപോലും കാണാനായില്ല. മിനിറ്റുകൾക്കകം മെസ്സി സ്റ്റേഡിയം എത്തും. 5,000 രൂപ മുതൽ 25,000 രൂപ വരെ തുക നൽകി ടിക്കറ്റ് എടുത്തിട്ടും മെസ്സിയെ കാണാൻ പറ്റാത്തത് രോഷാകുലരായ ആരാധകർ വെള്ളക്കുപ്പികൾ മൈതാനത്തേക്ക് വലിച്ചെറിഞ്ഞും കസേരകൾ തല്ലി തകർത്തും. പോലീസുമായും ഏറ്റുമുട്ടി. മോശം സംഘാടനമാണ് രാജ്യാന്തര ശ്രദ്ധയാകർഷിച്ച പരിപാടി പാളാൻ ഇടയാക്കിയത്. കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം കടം 200 ലക്ഷം കോടി രൂപ കവിയുമെന്ന് റിപ്പോർട്ട്. പാർലമെൻറ്റിൽ ധനകാര്യ മന്ത്രാലയം ശിവദാസൻ MPക്ക് നൽകിയ മറുപടിയിൽ ആണ് ഈ വിവരങ്ങൾ ഉള്ളത്. 2020-21 115.71 ലക്ഷം കോടി ആഭ്യന്തര കടവും 76.15 ലക്ഷം കോടി വിദേശ കടവും ഉൾപ്പെടെ 121.86 ലക്ഷം കോടിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം കടം. ഇത് 2024-25 177.20 ലക്ഷം കോടി ആഭ്യന്തര കടവും 8.74 കോടി വിദേശ കടവും ചേർത്ത്
185.94 ലക്ഷം കോടിയായി ഉയർന്നു. വരുമാനം കൂട്ടുന്നതിന് പകരം വായ്പയെ കൂടുതൽ ആശ്രയിക്കുന്ന കേന്ദ്ര സർക്കാർ അതിസമ്പന്നരെയും വൻകിട കോർപ്പറേറ്റുകളെയും നികുതിക്ക് വിധേയരാക്കാൻ തയ്യാറാകാത്തതിനാലാണ് സാമ്പത്തിക ഭാരം സാധാരണ ജനങ്ങളിലേക്ക് മാറുന്നതെന്ന ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. 2025-26 ബജറ്റ് കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ മൊത്തം കട ഇനിയും ഉയർന്ന് 200 ലക്ഷം കോടിയാകും എന്നാണ് കണക്കാക്കുന്നത്. പലിശ അടക്കൽ മാത്രം 2020-21 6.5 ലക്ഷം കോടിയായിരുന്നതിനാൽ നിന്ന് 2024-25 11.5 ലക്ഷം കോടിയായി വർദ്ധിച്ചു. 2025 ജൂൺ 30 വരെ മാത്രം കേന്ദ്രം 3.5 ലക്ഷം കോടി പുതിയ ആഭ്യന്തര കടവും 23 ലക്ഷം കോടി പുതിയ വിദേശ കടവും എടുത്തിരുന്നു. വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുന്നതിന് ഉപകാരം വായ്പയെ കൂടുതൽ ആശ്രയിക്കുന്ന നിലയിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നതെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. കടം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴും അതിസമ്പന്നരെയും ലാഭം കൊയ്യുന്ന വൻകിട കോർപ്പറേറ്റുകളെയും നികുതിക്ക് വിധേയമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ചെലവ് ചുരുക്കലുകളും പരോക്ഷ നികുതികളും വഴി സാമ്പത്തിക ഭാരം സാധാരണ ജനങ്ങളിലേക്ക് മാറ്റെടുക്കുമ്പോൾ ഏറ്റവും സമ്പന്ന വിഭാഗങ്ങളോടാണ് സർക്കാർ കൂറ് പുലർത്തുന്നത്. കേന്ദ്രത്തിന്റെ കടം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയും പലിശ ചെലവുകൾ മാത്രം 12 ലക്ഷം കോടിയോളം ഉയർന്ന സാഹചര്യത്തിൽ പോലും സംസ്ഥാനങ്ങളുടെ കടമെടുക്കൽ പരിധി കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രം കടം കുത്തനെ വർദ്ധിക്കുമ്പോഴും കടമെടുക്കലിൽ ഇരട്ടത്താപ്പ് തുടരുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് വി. ശിവദാസൻ എം. പി. പറഞ്ഞു. അതിസമ്പന്നർക്കുമേൽ നികുതി ഏർപ്പെടുത്തണമെന്നും പുതിയ തൊഴിൽ സൃഷ്ടിക്കാനും സംസ്ഥാനങ്ങൾക്ക് യഥാർത്ഥമായ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാനും ആ വരുമാനം ഉപയോഗിക്കണമെന്നും ഡോക്ടർ ശിവദാസൻ ആവശ്യപ്പെട്ടു. CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമം. BJPയുടെ നിയുക്ത വാർഡ് കൗൺസിലർക്ക് 36 വർഷം തടവ്. കണ്ണൂരിൽ തലശ്ശേരിയിൽ CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ BJP നിയുക്ത വാർഡ് കൗൺസിലർക്ക് 36 വർഷം തടവ്. തലശ്ശേരി നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്തിനെയാണ് കോടതി ശിക്ഷിച്ചത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രശാന്ത് ഉൾപ്പെടെ 10 BJP പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 2007 ഡിസംബർ 15 രാത്രിയാണ് RSS സംഘം വീടാക്രമിച്ച് മുൻ കൗൺസിലറെയും സഹോദരൻ P. രഞ്ജിത്ത്, പിതൃ സഹോദരി ചന്ദ്രമതി എന്നിവരെ ആക്രമിച്ചത്. ബോംബെറിഞ്ഞ് ഭീതി സൃഷ്ടിച്ച ശേഷം രാജേഷിനെ വെട്ടിക്കൊല്ലാനുള്ള ശ്രമം നടന്നപ്പോഴാണ് മറ്റു 2 പേർക്കും പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ രാജേഷും സഹോദരൻ രഞ്ജിത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചന്ദ്രമതി തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. കൊമ്മൽവയൽ വാർഡ് BJP കൗൺസിലർ മൈനാട്ടിൽ വീട്ടിൽ പ്രശാന്ത് എന്ന ഉപ്പേട്ട പ്രശാന്ത് 49, കൊമ്മൽവയലിലെ മഠത്തിൽത്താഴെ രാധാകൃഷ്ണൻ 54, വയലോളം ചെട്ടിൻ്റെപട പറമ്പിൽ രാജശ്രീ ഭവനത്തിൽ രാധാകൃഷ്ണൻ 52, കൊമ്മൽവയൽ മൈനാട്ടിയിൽ കൗസിൽ PV സുരേഷ് 50, മൈനാട്ടിൽ ഹൗസിൽ NC പ്രശോഭ് 40, ജിജേഷ് എന്ന ഉണ്ണി 42, മുഴിക്കര കൊഴുങ്ങോറാട്ടിൽ K. സുധീഷ് എന്ന മുത്തു 42, കൊമ്മൽ വയൽ കടമ്പേരി ഹൗസിൽ പ്രജീഷ് എന്ന പ്രജൂട്ടി 45, മാളപ്പീടിക കാട്ടിൽപ്പറമ്പത്ത് മനോജ് 54, മുണിയിൽനട ഗോവിന്ദപുരത്തിൽ OC രൂപേഷ്, പാഷിക്കുന്നേരി പാറയിൽ സനോജ് 40 എന്നിവരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. CPM പ്രവർത്തകൻ കോടിയേരി പുന്നലിലേക്ക് ഹരിദാസൻ വധക്കേസ് പ്രതിയാണ് പ്രജീഷ് എന്ന പ്രജൂട്ടി. രാജ്യത്തെ മികച്ച വെൽനസ് ഡെസ്റ്റിനേഷനായി കേരളത്തെ തെരഞ്ഞെടുത്തു. ട്രാവൽ പ്ലസ് ലൈഷർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് അവാർഡ് പട്ടികയിലാണ് കേരളം ഇടം പിടിച്ചതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഓൺലൈൻ വോട്ടിംഗിലൂടെയാണ് കേരളത്തെ അവാർഡിന് തെരഞ്ഞെടുത്തതെന്നും മന്ത്രി പറഞ്ഞു. LDF ഭരണത്തിൽ രാജ്യത്ത് ഏറ്റവും സുരക്ഷിതവും മനോഹരവുമായ ആഗോള ടൂറിസം ഹോട്ട്സ്പോട്ടായി കേരളം മാറി. കേരളത്തിലേക്കുള്ള ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ എണ്ണം സർവകലാ റെക്കോർഡിലേക്കാണ് കുതിച്ചത്. 2025 ജൂൺ വരെ 6 മാസത്തെ കണക്ക് പ്രകാരം 1.5 കോടി സഞ്ചാരികൾ കേരളം സന്ദർശിച്ചു. ഇതിൽ 1.25 കോടി പേർ ആഭ്യന്തര സഞ്ചാരികൾ. വിദേശ സഞ്ചാരികൾക്ക് 3,83,000 കാലത്തിനനുസരിച്ച് ടൂറിസം മാർക്കറ്റിംഗ് വിപുലപ്പെടുത്തുകയും വ്യത്യസ്തമായ ടൂറിസം പദ്ധതികൾ നടപ്പാക്കുന്നതിനുമാണ് കുതിപ്പ് കാരണം. ലുക്ക് ഈസ്റ്റ് പോളിസി നടപ്പിലാക്കി ചൈന മുതൽ ഓസ്ട്രേലിയ വരെ നീളുന്ന രാജ്യങ്ങളിൽ മാർക്കറ്റിംഗിനും ടൂറിസം സഹകരണവും ശക്തമാക്കി. 4 രാജ്യാന്തര വിമാനത്താവളങ്ങളുള്ള രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം. 2026 നിർബന്ധമായും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കൊച്ചി ഇടം പിടിച്ചിരുന്നു. ബുക്കിംഗ് കോം തയ്യാറാക്കിയ 10 ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളും പട്ടികയിലാണ് കൊച്ചി ഇടം നേടിയത്. പട്ടികയിൽ കൊച്ചിയുടെ നേട്ടം ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക സമ്പത്തും പ്രകൃതി സൗന്ദര്യവും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചതാണ് ഈ പട്ടികയിൽ ഉൾപ്പെടാൻ കൊച്ചിയെ സഹായിച്ചത്. നൂറ്റാണ്ടുകളായുള്ള ആഗോള വ്യാപാരത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും പ്രതിഫലനമാണ് കൊച്ചിയെന്ന് ബുക്കിംഗ് കോം വിലയിരുത്തി. ആലപ്പുഴയിലെ കായൽ യാത്ര, മൂന്നാറിലെ കോടമഞ്ഞുകൂടിയ
മലനിരകളിലൂടെയും തേയിലത്തോട്ടങ്ങളിലൂടെയുമുള്ള ട്രെക്കിംഗ്, മാരാരി ബീച്ചിലെ സ്വർണ്ണമണലിലെ വിശ്രമം തുടങ്ങിയ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും വർണ്ണാതീതമാണ്. ലോകമെമ്പാടും നിന്നും മികച്ച യാത്രാ സംവിധാനമുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടേക്കുള്ള കവാടമാണെന്നും ബുക്കിംഗ് കോം വിലയിരുത്തി. 60 തസ്തികകൾ സൃഷ്ടിക്കും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജറുമായി കെ സുധാകരൻ എം പി ചർച്ച നടത്തി. റെയിൽവേ സ്റ്റേഷന്റെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വികസനത്തിന്റെയും ഭാഗമായി യാത്രക്കാരുടെ അടിസ്ഥാന സൗകര്യം, സുരക്ഷാ ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എം പി ചർച്ചയിൽ ശക്തമായി ഉന്നയിച്ചു. സ്റ്റേഷനിൽ പീറ്റ് ലൈൻ അടിയന്തരമായി സ്ഥാപിക്കൽ, റെയിൽവേ സ്റ്റേഷന്റെ വടക്കുഭാഗത്തെ പ്രസ് ക്ലബ്, മുനീശ്വരൻ കോവിൽ ഭാഗത്തുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുക, പ്ലാറ്റ്ഫോം നമ്പർ 1-നും 2-നും ഇടയിൽ കുറഞ്ഞ 12 അടി വീതിയുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കൽ, വടക്ക് ഭാഗത്തെ ടിക്കറ്റ് കൗണ്ടറിന് സമീപം എസ്കലേറ്റർ സ്ഥാപിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ അദ്ദേഹം ഡിവിഷൻ മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കൂടാതെ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത മെമു സർവീസ്, വെയിറ്റിംഗ് ഹാൾ, ശുചിമുറികൾ, കുടിവെള്ള സൗകര്യങ്ങൾ, പാർക്കിംഗ് സംവിധാനം എന്നിവ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും എം പി ചർച്ച ചെയ്തു. ഇതിനു പുറമെ റിസർവേഷൻ കൗണ്ടറുകളിലും നോർമൽ ടിക്കറ്റ് കൗണ്ടറുകളും നിലവിലെ ജീവനക്കാരുടെ കുറവ് യാത്രക്കാരെ സാരമായി ബാധിക്കുന്നതായി എം പി ചൂണ്ടിക്കാണിച്ചു. നട്ടെല്ലിന് പരിക്കേറ്റ മലയാളിക്ക് സ്ട്രെച്ചർ അനുവദിച്ചില്ല. എയർ ഇന്ത്യയുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തം. കെട്ടിടത്തിൽ നിന്നും വീണ് നട്ടെല്ലിന് പരിക്കേറ്റ മലയാളിക്ക് സ്ട്രെച്ചർ അനുവദിക്കാത്ത എയർ ഇന്ത്യയുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. ആലപ്പുഴ നൂറനാട് സ്വദേശി രാഘവൻ തുളസി 56 എയർ ഇന്ത്യയുടെ അനാസ്ഥയ്ക്ക് ഇരയായത്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി റിയാദിൽ കരാർ അടിസ്ഥാനത്തിൽ നിർമ്മാണ ജോലി ചെയ്തു വരുന്ന രാഘവൻ ജോലിസ്ഥലത്തെ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നും കാൽവഴുതി വീഴുകയായിരുന്നു. ലിഫ്റ്റിനായി നിർമ്മിച്ച കുഴിയിലേക്ക് പതിച്ച് കഴുത്തിനും നട്ടെല്ലിനും ഗുരുതരമായ പരിക്കേറ്റു. ഉടൻ സുമേഷി കിങ് സൗത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ചികിത്സയ്ക്കായി ആവശ്യമായ ഇൻഷുറൻസ് കവറേജ് ഇല്ലായിരുന്നു. ഭീമമായ തുക മുൻകൂർ അടയ്ക്കണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. അതിനാൽ തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതിനായി സ്ട്രെച്ചർ ടിക്കറ്റിനായി കേളി കലാ സാംസ്കാരിക വേദിയുടെ ജീവകാരുണ്യ വിഭാഗം എയർ ഇന്ത്യയെ സമീപിച്ചു. നിലവിൽ ചെറിയ വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നതെന്നും മുമ്പ് സമർപ്പിച്ച എല്ലാ അപേക്ഷകളും നിരസിച്ചിരുന്നുവെന്നായിരുന്നു അധികൃതരുടെ മറുപടി. അതേസമയം മറ്റ് വിമാന കമ്പനികൾ 30,000 മുതൽ 35,000 റിയാൽ വരെ സ്ട്രെച്ചർ ടിക്കറ്റിനായി ആവശ്യപ്പെട്ടതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. റിയാദിൽ ചികിത്സ തുടരാൻ സമാന തുക തന്നെ മതിയെന്ന സാഹചര്യത്തിൽ ഇവിടെ തന്നെ തുടരാൻ രാഘവൻ തുളസിയും കുടുംബവും തീരുമാനിച്ചു. മുൻകാലങ്ങളിൽ ഡോക്ടറുടെയോ പ്രത്യേക മെഡിക്കൽ ഉപകരണങ്ങളുടെയോ ആവശ്യമില്ലാതെ സ്ട്രെച്ചർ യാത്രയ്ക്ക് എയർ ഇന്ത്യ 12,000 റിയാൽ വരെ മാത്രമാണ് ഈടാക്കിയിരുന്നതെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടി. ഹരിദ്വാറിലേക്ക് പാലക്കാട്, കോഴിക്കോട്, മംഗലാപുരം വഴി സ്പെഷ്യൽ ട്രെയിനിങ് പ്രഖ്യാപിച്ച ദക്ഷിണ റെയിൽവേ ക്രിസ്മസ് പ്രമാണിച്ച് യാത്രക്കാരുടെ തിരക്ക് ഉണ്ടാകുന്നത് കണക്കിലെടുത്താണ് കോയമ്പത്തൂർ ജംഗ്ഷൻ, ഹരിദ്വാർ ജംഗ്ഷൻ, കോയമ്പത്തൂർ ജംഗ്ഷൻ റൂട്ടിൽ ഈ ട്രെയിൻ ഓടുന്നത്. ക്രിസ്മസ്, പുതുവത്സര അവധി ദിവസങ്ങൾ വരുന്നത് പ്രമാണിച്ചാണ് പ്രത്യേക ട്രെയിനുകൾ ഓടുന്നത്. ട്രെയിൻ നമ്പർ 0604-3 കോയമ്പത്തൂർ ജംഗ്ഷൻ, ഹരിദ്വാർ ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് ഓടുക ഡിസംബർ 24 ബുധനാഴ്ച രാവിലെയായിരിക്കും. രാവിലെ 11:15 കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെട്ട് ഡിസംബർ 27 ശനിയാഴ്ച പുലർച്ചെ 12:05 ഹരിദ്വാർ ജംഗ്ഷനിൽ എത്തിച്ചേരും. ഇതേ വണ്ടി തിരിച്ച് ട്രെയിൻ നമ്പർ 06-044 ആയി ഓടും. ഹരിദ്വാർ ജംഗ്ഷൻ കോയമ്പത്തൂർ ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് ഡിസംബർ 30 ചൊവ്വാഴ്ച രാത്രി 10:30 ഹരിദ്വാറിൽ നിന്നും പുറപ്പെടും. ജനുവരി 2 വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്ക് കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിച്ചേരും. ട്രെയിൻ പാത്ത് 3 ടയർ AC കോച്ചുകളുണ്ട്. 2 ടയർ, 3 ടയർ AC ഇക്കണോമി, 4 സ്ലീപ്പർ ക്ലാസ് എന്നിവയുമുണ്ട്. 1 ലഗേജ് കം ബ്രേക്ക് വാൻ, 1 ജനറേറ്റർ കാർ കോച്ച് എന്നിവയും ഉണ്ടായിരിക്കും. 60 തസ്തികകൾ സൃഷ്ടിക്കും. കോഴിക്കോട് സ്ഥാപിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനായി 60 തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പ്രൊഫസർ 14, അസോസിയേറ്റ് പ്രൊഫസർ 7, അസിസ്റ്റന്റ് പ്രൊഫസർ 31 എന്നിങ്ങനെയാണ് തസ്തികകൾ സൃഷ്ടിക്കുന്നത്. ആദ്യഘട്ടം ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രവർത്തിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 1-ാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാകുന്നതിന് 643.88 കോടി രൂപയാണ് അനുവദിച്ചത്. അത്യാധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉൾപ്പെടെ സജ്ജമാക്കിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാകുന്നത്. അവയവദാന മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുട കീഴിൽ കൊണ്ടുവരുന്നതിനാണ് ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത്. വിദഗ്ധ പരിശീലനം സിദ്ധിച്ച ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥാപനമായിരിക്കും ഇത്. അവയവം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ, അധ്യാപനം, പരിശീലനം, ഗവേഷണം, അവയവദാന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇതിലൂടെ സാധ്യമാകും. അവയവങ്ങൾക്ക് കേടുപാട് വന്നവരുടെ ചികിത്സ മുതൽ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും പുനരധിവാസവും സമഗ്ര പരിചരണവും സാധ്യമാക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ചേവായൂരിൽ 20 ഏക്കറിലാണ് ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. 6 നിലകളിലുള്ള 4 ബ്ലോക്കുകൾ ഉണ്ടാകും. 219 ജനറൽ കിടക്കകൾ, 42 പ്രത്യേക വാർഡ് കിടക്കകൾ, 58 ICU കിടക്കകൾ, 83 HDU കിടക്കകൾ, 16 ഓപ്പറേഷൻ റൂമുകൾ, ഡയാലിസിസ് സെന്റർ, ട്രാൻസ്പ്ലാന്റേഷൻ ഗവേഷണ കേന്ദ്രം എന്നിവയുൾപ്പെടെ 510 കിടക്കകളുള്ള അത്യാധുനിക ആശുപത്രി സംവിധാനമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ 330 കിടക്കകളും 10 ഓപ്പറേഷൻ തിയേറ്ററുകളും, രണ്ടാം ഘട്ടത്തിൽ 180 കിടക്കകളും 6 ഓപ്പറേഷൻ തിയേറ്ററുകളും സജ്ജമാക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ 14 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും രണ്ടാം ഘട്ടത്തിൽ 7 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഉണ്ടാകും. അധ്യാപനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു. 31 അക്കാദമിക് കോഴ്സുകൾ ആരംഭിക്കുന്നതിന് ലക്ഷ്യം വെക്കുന്നു. കോർണിയ, വൃക്ക, കരൾ, കുടൽ, പാൻക്രിയാസ്, ഹൃദയം, ശ്വാസകോശം, മജ്ജ, സോഫ്റ്റ് ടിഷ്യൂ, കൈകൾ, ബോൺ മാറ്റിവെക്കൽ തുടങ്ങിയവയെല്ലാം ഈ സെന്ററിലൂടെ സാധ്യമാകും. സംസ്ഥാനത്തും തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് നിലവിൽ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. അവയവദാന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഈ സർക്കാർ കേസോട്ടോ രൂപീകരിച്ചു. ഇതുകൂടാതെയാണ് ഈ രംഗത്ത് മികച്ച മാതൃകയെ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത്. വയനാട് പനമരം പടിക്കാംവയൽ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവ വനത്തിലേക്ക് കയറിയതായി വയനാട് നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ഡിസംബർ 15 കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പടിക്കാംവയൽ ഭാഗത്ത് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ കടുവയുടെ ചിത്രം ലഭിച്ചിരുന്നില്ല. പടിക്കാംവയൽ മേഖലയിലെ പരിസര പ്രദേശങ്ങളിലെ കാപ്പിത്തോട്ടങ്ങളിലോ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കടുവയുടെ ചിത്രങ്ങളോ കാൽപ്പാടുകളോ ലഭിച്ചില്ല. പിന്നീട് പുളിക്കൽ ഭാഗത്ത് വയലിനോട് ചേർന്ന് പുതിയ കാൽപ്പാടുകൾ കണ്ടെന്ന വിവരത്തെ തുടർന്ന് RRT ദൗത്യസംഘത്തിൻ്റെ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുക ചെയ്തു. തുടർന്ന് പടിക്കാംവയൽ, പുളിക്കൽ ഭാഗങ്ങളിൽ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പെട്രോളിംഗ് ഡ്രോൺ പരിശോധന നടത്തി. വനംവകുപ്പിൻ്റെ പരിശോധനയിൽ കടുവയുടെ സഞ്ചാരദിശ പുളിക്കൽ ഭാഗത്തു നിന്ന് വയലിലൂടെ സഞ്ചരിച്ച് പുഴ കടന്ന് നെല്ലിയമ്പം റോഡിലേക്ക് നീങ്ങിയതായി കണ്ടെത്തി. പച്ചിലക്കാട്, പടിക്കാംവയൽ, ചിക്കനല്ലൂർ, പുളിക്കൽ ഭാഗങ്ങൾ കണ്ടെത്തിയ കടുവ വയനാട് വന്യജീവി സങ്കേതത്തിൽ WWL12 ID-യുള്ള കടുവയാണെന്നും വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചു. നോർത്ത് സൗത്ത് വയനാട് ഡിവിഷനുകളെയും കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി RRT ടീമുകൾ ഉൾപ്പെടെ 85ഓളം ജീവനക്കാർ സുരക്ഷാ സന്നാഹങ്ങളുടെ 9 ടീമുകളാണ് തിരിഞ്ഞാണ് പരിശോധന നടത്തിയത്. ജനവാസ മേഖലയിൽ ഭീതി പടർത്തുന്ന വന്യമൃഗത്തെ മയക്കുവെടി വെച്ച് പിടികൂടാൻ NTCA മാനദണ്ഡപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിരുന്നു. വെറ്റിനറി ടീം കടുവയെ പിടികൂടാൻ കൂട് കുങ്കിയാനകളെയും സജ്ജമാക്കി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചിക്കനല്ലൂർ, പുളിക്കൽ, പൊയ്ക്കൊല്ലി, പുഞ്ചവയൽ, മലാർക്കടവ് വഴി കടുവ പാതിരി റിസർവ് വനമേഖലയിലേക്ക് പ്രവേശിച്ചതായി വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കടുവ വനത്തിലേക്ക് പ്രവേശിച്ചതോടെ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടുണ്ടെന്നും മേഖലയിൽ വനംവകുപ്പ് പെട്രോളിംഗ് തുടരുന്നതായും ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കിൽ കണ്ണൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ മുൻതൂക്കം LDFന് തന്നെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കണ്ണൂർ മണ്ഡലത്തിൽ മാത്രമാണ് LDF പിറകിലായി എന്ന് കണക്കാക്കുന്നത്. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, അരീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ LDF വിജയം ആവർത്തിക്കുന്നതായും വോട്ട് കണക്ക് പറയുന്നു. മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എങ്കിലും മട്ടന്നൂരും LDFന് വൻ ഭൂരിപക്ഷമാണ് ഉള്ളത്. കണ്ണൂരിലും പരമ്പരാഗതമായി UDF ജയിക്കുന്ന പേരാവൂരും ഇരിക്കൂറിലുമാണ് UDFന് മുൻതൂക്കം. LDFന് സംസ്ഥാനത്ത് തന്നെ മികച്ച ഭൂരിപക്ഷം നൽകുന്ന മണ്ഡലമാണ് മട്ടന്നൂരും പയ്യന്നൂരും കല്യാശ്ശേരിയും കൂത്തുപറമ്പും ധർമ്മടവും തലശ്ശേരിയും. LDFന് 1,000,000 ലക്ഷത്തിലധികം അധികം ഭൂരിപക്ഷമുള്ള മണ്ഡലമാണെന്ന് എതിരാളികൾ പോലും സമ്മതിക്കും. തളിപ്പറമ്പിലും
അഴീക്കോടും മേൽക്കൈയുണ്ടെന്ന് UDF വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. എന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ആന്തൂരയും മലപ്പട്ടത്തെയും തെരഞ്ഞെടുപ്പ് നടക്കാത്ത വാർഡുകൾ ഒഴിവാക്കിയാലും 8000-ലധികം ഭൂരിപക്ഷം LDFനുണ്ട്. ആ വാർഡുകളിലെ LDF വോട്ട് കൂടി കൂട്ടിയാൽ ഭൂരിപക്ഷം 10,000 കടക്കും. അഴീക്കോടും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കണക്കിൽ 1000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് LDFന്. UDF മുൻതൂക്കം പറയുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി LDF ജനപ്രതിനിധിയാണ് ഭരിക്കുന്നത്. കണക്കിൽ മാത്രമാണ് കണ്ണൂർ മണ്ഡലത്തിലെ UDF മുൻതൂക്കം. മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി കഴിഞ്ഞ 2 തവണയും കണ്ണൂർ സീറ്റിൽ ജയിച്ചു. കോർപ്പറേഷൻ്റെ കണക്ക് വെച്ചാണ് മണ്ഡലത്തിലെ UDF മുൻതൂക്കം മാധ്യമങ്ങൾ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുൻതൂക്കം UDFന് വിജയത്തിന് പര്യാപ്തമാകില്ല. സംഘാടക സമിതി രൂപീകരിച്ചു. അഴീക്കോട് ചാൽ ബീച്ച് ഫെസ്റ്റ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം KV ഷക്കീൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സണുമായ PV ഹൈമ അധ്യക്ഷത വഹിച്ചു. തടകിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിയുക്ത പഞ്ചായത്ത് മെമ്പർ K പ്രജിഷ, മാനേജിംഗ് പാർട്ട്ണർമാരായ PP സിദ്ദിഖ്, നാസർ അറഫ, റിയാസ് CV, നിയാസ് VP, ഷാനിബ CV എന്നിവരും സംഘാടക സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് AP അംസക്കുട്ടി, R ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൺവീനർ പ്രജോഷ് സ്വാഗതവും സംഘാടക സമിതി അംഗം അജിത് പങ്കൽ നന്ദിയും പറഞ്ഞു. PV ഹൈമയെ ചെയർപേഴ്സണായും റിനാസ് CV ജനറൽ കൺവീനറായി തിരഞ്ഞെടുത്തു. ഡിസംബർ 19 മുതൽ ജനുവരി 6 വരെയാണ് ഫെസ്റ്റ്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.